ആദ്യമായിട്ട് എന്റെ യൂട്യൂബ് ചാനൽ തന്നെ ആദ്യമായിട്ട് ഇതേപോലത്തെ ചലഞ്ച് ഉണ്ടാവും. ആൻഡ് ചലഞ്ച് ആദ്യമായിട്ടാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ആൻഡ് ഇന്നത്തെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ചലഞ്ച് എന്ന് പറയുന്നത് 4 പ്ലേയേഴ്സ് ആണുള്ളത്. ആൻഡ് നമ്മള് കസിൻസ് ആണ്, ക്യാമറമാനും നമ്മളെ കസിനാണ്. സോ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എമംഗ് അസ് ഇൻ റിയൽ ലൈഫ്. വിച്ച് മീൻസ് എമംഗ് അസ് എന്നുള്ള ഗെയിം എല്ലാവർക്കും അറിയുണ്ടാവും. വേണ്ടാത്തവർക്ക് നമുക്ക് അറിയാത്തവർക്ക് നമ്മൾ പെട്ടെന്ന് പറഞ്ഞുതരാം. എമംഗ് അസ് പറഞ്ഞാൽ അതിൽ ക്രൂമേറ്റും ഉണ്ടാവും ആൻഡ് ഒരു ഇമ്പോസ്റ്റർ ഉണ്ടാവും. ഇമ്പോസ്റ്ററിന്റെ ജോലി എന്താ വെച്ചാല് നമ്മള് ഓരോ ആൾക്കാരുണ്ടാവും. ക്രൂമേറ്റ്സിനെ നമ്മൾ കൊല്ലണം. നമ്മൾ ഇവിടെ ക്രൂമേറ്റ് ആരാണെന്നും ഇമ്പോസ്റ്റർ ആരാണെന്നും തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ലോട്ടുണ്ട്. അതിൽ നമ്മൾക്ക് ഓരോ ടാസ്കും ഇതിലുണ്ട്. ആ ടാസ്ക് നമ്മള് ക്രൂമേറ്റ്സ് ചെയ്യണം. ഇമ്പോസ്റ്ററും നമുക്ക് വേണം ചെയ്താൽ മതി. ഇമ്പോസ്റ്ററിന് ഈ ടാസ്ക് ഒക്കെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല. ഇമ്പോസ്റ്ററിന്റെ ജോലി എന്താ വെച്ചാൽ ആൾക്കാരെ നമ്മൾ അറിയാതെ ഇങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് മെല്ലെ കൊല്ലാനാണ്. കൊല്ലൽ എങ്ങനെയാന്ന് വെച്ചാല് മെല്ലെ നമ്മളിങ്ങനെ ഒരു അടിക്കലാണ്. അതായത് വെറുതെ ഇങ്ങനെ അടിച്ച് കളിക്കാൻ പാടില്ല. സോ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഒരു ടാപ്പ് ഇങ്ങനെ അടിച്ചാൽ മതി, ഒരു അടി അടിച്ചാൽ മതി. സോ അത് അത്ര സ്ട്രോങ്ങിലും അടിക്കണ്ട, ജസ്റ്റ് വെറുതെ ഒരു ആ ഒരു സ്ട്രോങ്ങിൽ മെല്ലെ അടിച്ചാലും മതി. ആൻഡ് വെറുതെ പോയി അടിക്കരുത്, നേരത്തെ പറഞ്ഞു. സോ എല്ലാവർക്കും കളി മനസ്സിലായി. ഇമ്പോസ്റ്റർ ആണ് കിട്ടുന്നത്. സോ എല്ലാവർക്കും കളി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ഈ ലോട്ട് ഇട്ട് തീരുമാനിക്കല്. അപ്പൊ ഇനി ഇവര് ലോട്ടിട്ട് തീരുമാനിക്കാൻ പോവാണ്. ഓരോരുത്തരുടെ റോൾ സോ നമ്മളെല്ലാരും ലോട്ടിട്ട് കഴിഞ്ഞിട്ട് സോ എല്ലാവരും ഇത് തിരിച്ചിടാം. ആൻഡ് ഇത് നമ്മൾ ആരാണ് ക്രൂമേറ്റ് ആരാണ് ഇമ്പോസ്റ്റർ എന്ന് ആരും നമ്മൾ പരസ്പരം ആർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ആൻഡ് നമ്മൾ ഈ ടാസ്ക് തുടങ്ങി നമുക്കിപ്പോൾ ടാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞാൽ നമ്മൾ ആരും പരസ്പരം ഒന്നും ഉണ്ടാൻ പാടില്ല. ഒരു ആക്ഷൻസോ ഞാൻ എവിടെ നിൽക്കണം, ഞാൻ എന്ത് ടാസ്ക്കാണ്, എമർജൻസി മീറ്റിംഗ്. അതായത് നമുക്കിപ്പോൾ ഒരു ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്ത് നോക്കാം. സോ ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മുടെ എമർജൻസി മീറ്റിംഗ്. അതും ആ ഒരു ഗെയിമിലുണ്ട്. സോ ആ എമർജൻസി മീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ വന്നിട്ട്, ഈ ബെഡാണ് എമർജൻസി മീറ്റിംഗ് ഏരിയ. ഇവിടെ വന്നിട്ട് ഈ ഇത് ഒരു 2 സെക്കൻഡിന് പിടിച്ച് അമർത്തിയാൽ മതി. സോ എല്ലാവരും വരും. കില്ല് ചെയ്തതിന് മാത്രമല്ല, ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്താൽ മാത്രമല്ല, നമുക്കത് സസ്പീഷ്യസ് ആയിട്ട് തോന്നിയാൽ നമ്മളിവിടെ വന്ന് പറയണം. ഗ്രൂപ്പായിട്ട് നമ്മള് തീരുമാനിച്ചിട്ട് സ്കിപ്പ്, ചിലപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആർക്കും ഉറപ്പില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾക്ക് വോട്ടിംഗ് ഉണ്ടാവും. നമ്മൾ ആരാണ് ഇമ്പോസ്റ്റർ ആയത്, അതിന്റെ കാരണങ്ങൾ എന്തുകൊണ്ടാണ്, നമ്മുടെ ബാക്കിലുണ്ടോ, അങ്ങനെയാണ്. സോ അത് നമുക്ക് ഇവിടെ ആണെങ്കിൽ പറയാം. സോ നമുക്ക് അതിന്റെ ടാസ്ക്. സോ ഇതിൽ നമ്മൾ വേരിയസ് ടാസ്കുകളുണ്ട്. ഓരോ ടാസ്കുകൾ നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്നത് മുകളിലാണ്. സോ താഴത്ത് നമ്മൾ ചെയ്യാൻ ഒരു ചെറിയ ഉണ്ട്. സോ മുകളിൽ നമ്മൾ ഈ ഫുൾ ചാലഞ്ച് ഫോളോ ആൻഡ് 3 റൂംസ് ഉണ്ട്. അതിൽ നമുക്ക് ഓരോ ചാലഞ്ചസ് ഉണ്ട്. സോ നമുക്ക് എല്ലാരും വേരിയസ് ടാസ്ക് സെലക്ട് ചെയ്യാൻ പോവാണ്. ആൻഡ് ടാസ്ക് ഓൾസോ നമ്മൾ ആരും കാണിച്ചു കൊടുക്കാൻ പാടില്ല. അത് നമ്മൾ അങ്ങ് ബാക്കിലോട്ട് പോയിട്ട് അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ടാസ്ക്. സോ നമ്മള് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളെ ടാസ്ക് ഓരോരുത്തർക്ക് എന്താന്നുള്ളത് നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് എല്ലാവരും ടാസ്ക് ഇതിലേക്ക് ഉണ്ടാവും. എല്ലാവർക്കും സോ എല്ലാവർക്കും ടാസ്ക് കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി നമ്മൾ ആ ടാസ്ക് ചെയ്യണം. സോ അതിനായിട്ട് നമ്മുടെ ക്യാമറമാൻ സ്റ്റാർട്ട് പറയും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടാസ്കിലേക്ക് കടക്കാം.
സ്റ്റാർട്ട്. സോ നമുക്ക് നമ്മുടെ ടാസ്ക് വേറൊരു കാര്യം കൂടെ പറയാം. ഇത് നമ്മൾ ഈ കില്ലർ അതായത് ഇമ്പോസ്റ്റർ 50 സെക്കൻഡ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരേക്കും നമ്മുടെ ഇമ്പോസ്റ്റർ ജോലി ചെയ്യാം. സോ ഇനി മുതൽ നമ്മൾ ആരും പരസ്പരം ഉണ്ടാകുക ആക്ഷൻസോ ഒന്നും പാടില്ല. ആൻഡ് ഇത് നമ്മളൊരു ചെറിയൊരു എൻ്റെ അനിയനാണ്, കണ്ടസ്റ്റന്റ് ആയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുകയാണ്. ഒരു ഹായ് ഒക്കെ. സോ ഇനി നമ്മൾ എല്ലാവരും പരസ്പരം ഉണ്ടാകാൻ പാടില്ല. എന്റെ പേര് ഫസ്മിനാണ്. നമ്മുടെ ടാസ്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഒരു ഡെഡ് ബോഡി ഫൗണ്ട് ചെയ്തിട്ടുണ്ട്. ഫർഹാനാണ് ഡെഡ് ബോഡി. സോ ആരാണെന്ന് തെളിയിക്കുക. ഞാനാണ് ഇമ്പോസ്റ്റർ ആണെന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഞാൻ വോട്ട് ചെയ്യുന്നത്. ആരാണ് ഇമ്പോസ്റ്റർ എന്ന് വേഗം പറഞ്ഞോളൂ. സോ അയാനാണ് ഇമ്പോസ്റ്റർ. സോ നമ്മള് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടിരുന്നു. സോ ഇനി നമ്മള് സെക്കൻഡ് റൗണ്ടിലേക്ക് കിടക്കാണ്. സോ എല്ലാവർക്കും ചോദിക്കാണ്. ഈ പേപ്പർ എല്ലാരും നോക്കിയിട്ട് കൈതണം കിട്ടില്ല. സോ എല്ലാവർക്കും ഇതിന്റെ ടാസ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ടാസ്കിൽ കിടക്കാം. സോ നമുക്ക് നമ്മളെ ഒരു ടാസ്ക് അല്ലെങ്കിൽ റോൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സോ എല്ലാരും ഈ ടാസ്ക് ഇതിൽ കണ്ടിടാം. സോ ഗൈസ് നമ്മളെ ഈ ടാസ്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം. ഇവന് നമ്മളെ കൂടെ ജസ്റ്റ് നടക്കണുള്ളൂ, ഇവന് കളിക്കുന്നില്ല, ജസ്റ്റ് നമ്മളെ കൂടെ നടക്കുള്ളൂ. ആൻഡ് ഫസ്മിനാണ് പേര്, അനിയനാണ്. സോ ജസ്റ്റ് കൂടെ നടക്കുള്ളൂ. ഇതിന്റെ പേപ്പർ ടാസ്ക് ആണ്. ഇതിന്റെ ടാസ്ക് ആണ്. I got my task. One task. 7, 1, 10. ഫസ്മിനെ ഞാൻ കളിക്കുന്നു. സോ ആനിന് ഡൗട്ട് തോന്നിട്ടുണ്ട്. ഡൗട്ട് പറയും. ആനിന്റെ കുറെ നേരം ഫോളോ ചെയ്യുന്നു. ആനിയ ഫോളോ ചെയ്യുന്നു. ഫോളോ ചെയ്യുന്നു. സോ സോ നമ്മളിപ്പോ ഹാനിയ ആയാന്റെ ബാക്കിൽ ഇത്രയും നേരം വന്നിട്ടുണ്ട് എന്നാണ് ആയ പറഞ്ഞത്. സോ നമ്മള് നമുക്ക് നോക്കാം ഹാനിയ അങ്ങനെയാണോ ഇല്ലേ. സോ നമുക്ക് വോട്ട് ചെയ്യാം. ഹാനിയ ആരെയാണ് വോട്ട് ചെയ്യുന്നത്? ഞാൻ വോട്ട് ചെയ്യുന്ന ഹാനിയാണ്. സോ ആനിയ എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത്? അതൊരു റീസൺ ആവാം. അതിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫറാനായിരുന്നു. കാരണം എനിക്ക് കിട്ടിയ ടാസ്കില് ഫറാനാണെങ്കിൽ ഇന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നേ. സോ ഞാന് ഫറാന വോട്ട്. സോ നമ്മള് തെളിവ് അപ്പൊ ഈ ഔട്ടായി. യെസ് നമ്മള് കാണിക്കും. എങ്ങനെയാണ് ഇനിയിപ്പോ ഔട്ടായി. നീ ഇവിടെ ഇരിക്ക്. നമ്മളിപ്പോ നമ്മള് മൂന്നാളാണ്. ഇപ്പൊ ആരാണ് ഇതിൽ ഇമ്പോസ്റ്റർ? നമുക്ക് ഇനി അടുത്ത ടാസ്ക് എടുക്കണം. ഒരു മിനിറ്റ്. ആൻഡ് നമ്മൾ ഇതിൽ ഒന്നും കൂടെ സെലക്ട് ചെയ്യണം. വോട്ട് കിട്ടിയത് അന്നെ ഫൈസാനും വോട്ട് ചെയ്ത് അയാനും വോട്ട്. നമ്മുടെ ഈ ടാസ്ക് നമുക്ക് നമ്മുടെ ലാസ്റ്റ് റൗണ്ടാണ്. നമ്മളിവിടെ ഔട്ട് ആയിട്ടുണ്ട്. നമ്മൾ ടാസ്ക് കൊടുക്കുന്നത് ഇതാണ് നമ്മുടെ ടാസ്ക്. ആനിയ വന്ന് ടാസ്ക് കാണിക്കും. ആനിയന്റെ ടാസ്ക് കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ കിട്ടുന്നില്ല. സ്റ്റാർട്ട്. എനിക്ക് അവിടെ പോയിട്ട് വീച്ചിലടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. എനിക്ക് ഒന്നും ചെയ്യാനില്ല. ഈ എന്റെ പോലെ വെറുതെ നടക്കണം. ഫസ്മിനൂടെ കളിച്ചോ? വായന നമ്മൾ പിന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ
എല്ലാരോടും ഒരു കാര്യം, നമുക്ക് ബാക്കി 3 ആൾക്കാരില്ലേ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു കാര്യം. ഇതിൽ ബിഗ് ബോക്സിൽ 3ാമത്തെ ഒരാൾ, അയാൾക്ക് ഇതിൽ 2 ആള് ക്രൂമേറ്റ്സിന്റെ 2 ആൾക്കാരെ ഒരാൾ കൊല്ലും. ഞാൻ കൊന്നെന്ന് പറയാൻ പാടില്ല, എന്നിട്ട് കൊന്നെന്ന് പറയാൻ പറ്റില്ല, അപ്പത്തിന് പോയി റിപ്പോർട്ട് അടിക്കുക. അപ്പം അതില് നമ്മൾ ഡൗട്ട്സ് വരും. ഒരാൾ മരിച്ചെന്ന് പറയും, നിങ്ങൾ 2 ആൾ, ഒരാൾ വേറെ എവിടെയെങ്കിലും വെച്ചിരിക്കും, അതിൽ 3 ആൾ കൂടെ ഒരാൾ മരിച്ചെന്ന് പറയും. അയാളെ ബാക്കിയുള്ളവർ പറയുന്നത് ആരെ മരിച്ചു. അപ്പൊ നമ്മൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് മരിച്ചാള് ഒന്നും പറയാൻ പാടില്ല, നമ്മൾ ആ റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ മീറ്റിംഗ് പോയിന്റിലേക്ക് വരാം. പക്ഷെ മരിച്ചാള് മരിക്കൂല, മരിച്ചാള് ജീവൻ വർത്താനൊക്കെ പറയാം. പക്ഷെ നമ്മള് ഇപ്പൊ മറ്റേ ഇമ്പോസ്റ്ററും ക്രൂമേറ്റ് മാത്രം ബാക്കി ഉണ്ടാക്കും, അപ്പൊ തന്നെ വേഗം മനസ്സിലാവില്ലേ. അതിനായിട്ട് മനസ്സിലാവാതെ നിൽക്കാൻ വേണ്ടി നമ്മൾ അപ്പൊ എനിക്കൊരു കാര്യം പറയാണ്ട്. ഇതില്ലേ, ഇതിനി ഒരാൾ ഇമ്പോസ്റ്റർ ഒരാളെ കൊന്നാ പിന്നെ കളി അപ്പൊ കഴിയൂല. കാരണം ഒരു ക്രീമേറ്റ് ഉള്ളൂ, പിന്നെ അയാളെ കൊന്നാലും കൊന്നില്ലെങ്കിലും മനസ്സിലാവും. അതുകൊണ്ട് ഇനി ഇമ്പോസ്റ്റർ അതൊരു കാര്യം പറട്ടെ. ഇപ്പം നമ്മള് 3 ആൾക്കാരെല്ലാം ഇമ്പോസ്റ്റർ ഒരാൾ കൊന്നു, എന്നിട്ട് ആരെ മരിച്ചത് കൊന്നത് ആരാ പറഞ്ഞത്, എന്നിട്ട് ഒരാൾ മരിച്ചു പറഞ്ഞു. എന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മറ്റേ ക്രീമേറ്റ് ആരെ മരിച്ചു. അപ്പൊ ഇമ്പോസ്റ്ററെ വേഗം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ മരിച്ചാൽ ജയിക്കൊന്നുമില്ല. ലാസ്റ്റ് ഒരാൾ കൂടെ കൊന്നാലേ ക്രൂമേറ്റ്സ് പറഞ്ഞു. നമ്മള് ഇനി അങ്ങനെ മിണ്ടാൻ പാടില്ല. ഇനി മിണ്ടുന്നവര് ഡിസ്ക്വാളിഫൈ ആവാൻ. ഇത് സൈക്കിളിന്റെ ലൈറ്റിന്റെ സാധനമൊക്കെയാണ് ഇവിടെ വെച്ചത്. ഫുള്ളു ഡൈപ്പ. നമ്മള് ആനയാണ് അയാൻ പൊട്ടിയത്. ആനയാണോ നിരപരാധി? പറയാൻ ഓൾറെഡി ഔട്ടായി. ആൻഡ് ഇത്രയായിരുന്നു നമ്മളെ ഇന്നത്തെ വീഡിയോ. എല്ലാരും നല്ല എൻജോയ് ചെയ്തു. ആൻഡ് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് നമ്മള് വേണമെങ്കിൽ അടുത്ത ചാലഞ്ച് ചെയ്യേണ്ടത് എന്താണെന്ന് വേണമെങ്കിൽ കമന്റ് ചെയ്യും. സോ നമ്മൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കാണാം. സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ.